ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഇതെന്താ സാധനം അറിയാമോ? സ്വീറ്റ്സ് ആണെന്ന് വിചാരിക്കും, പക്ഷേ സ്വീറ്റ്സ് അല്ല, ഇത് ചെമ്മീനാണ്. കാണിച്ചു തരാം. കുറേ ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു. ഇനി ഇതെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചീഞ്ഞ് മാറിക്കും. അപ്പം എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ചെമ്മീൻ കിള്ളുക എന്ന് പറഞ്ഞാൽ ഞാൻ. പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ എന്താണെങ്കിലും നമ്മൾ കഷ്ടപ്പെടാതെ അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ കിള്ളുന്ന വീഡിയോയാണ്. അപ്പോൾ ചെമ്മീൻ കിള്ളാൻ അറിയാത്ത ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് ചിക്കില്ല. ഞാനപ്പോൾ 1-2 ചട്ടി എടുത്തിട്ട് കേട്ടോ. ഇല്ലേ, ചട്ടി എടുത്തു കേട്ടോ. ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണുള്ള ചട്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കിള്ളട്ടെ. ചെമ്മീൻ കിള്ളാൻ ആൾക്കൊക്കെ അറിയാം, കൈവെക്കും. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ കുറച്ചേ ഉള്ളൂ, വേഗം കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് വർത്താനൊക്കെ പറയും. ആക്ച്വലി ഇവിടെ വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരുമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ മേലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും, കറക്റ്റാണോ, കൃത്യമാണോ. ഇച്ചിരി ടാസ്ക്കാണ്. ഈ ചെമ്മീനൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിൽ മേലെ പിടിച്ചാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓക്കെ, സെറ്റ്. ഹായ്, കൊള്ളാം അല്ലേ? ഓക്കെ, ഇല്ല, സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ചെമ്മീൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ തല കളയുക. ചിലർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ സാധനമൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് ഞാനിതങ്ങനെ കളയാറില്ല. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒളിച്ചെടുക്കാം. ഞാൻ ഇത് മാക്സിമം കളയാൻ നോക്കൂ കേട്ടോ. ഇതിനെ ശരിക്കും പറയുന്നത് കാൽ ചെമ്മീൻ എന്ന് പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ പുള്ളി എനിക്ക് തന്നു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ മേലൊരു സാധനമുണ്ട്. ഇന്നില്ലേ അത്? സോറി കേസ്, ഇതിനകത്ത് സാധനമില്ല. അപ്പോൾ നമ്മളത് കളയണ്ട. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ നമ്മുടെ കഴിക്കുന്ന വേസ്റ്റിൽ നമ്മുടെ മൺകുടൽ ചെറുകുടൽ പോലെ അതുപോലെയുള്ളൊരു സാധനം. അതായത് പച്ച വലുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ വിസർജ്യങ്ങളാണ് ഇതിൻ്റെ മേലിൽ വരുന്നത്. അത് നമ്മൾ കളയണമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഉപകരിക്കും. എന്തൊക്കെയുണ്ട് ഇതിനില്ലാട്ടോ. അതേ സത്യം ഒട്ടുമില്ലത് കാണാനില്ല. വേറെ വല്ലയിടത്ത് കാണാനില്ലല്ലോ. ഞാൻ ഇങ്ങനെ തുറന്ന് ചെമ്മീനാകെ വികൃത വെക്കും. ഓക്കെ, ഇത്ര മതി ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് 3/4 ഷോർട്സാണ് ഇട്ടുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഈ ഷോർട്സിലൂടെ നമുക്കൊരു ലിമിറ്റിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ വർത്താനം പറയണമെങ്കിൽ വീഡിയോ തന്നെ ഇടണം. അപ്പം എനിക്ക് ഷോർട്സിട്ട് മതിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടണം, വർത്താനെല്ലാം പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ കുറേ വിശേഷങ്ങൾ പറയാം. 2023 ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ കയറുന്നത്. അപ്പോൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഇപ്പം തന്നെ റീച്ചാവും. ഞാൻ കയറി അതേ ടൈമിൽ തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിന് കയറി കേട്ടോ. അപ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് തൊട്ട് കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് നല്ല അടിപൊളി കൊച്ചാണല്ലോ, സൂപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കൂടുതൽ ഷോർട്സ് ആണല്ലോ ജാസ്മിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനപ്പോൾ ഓർക്കും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ ആ സമയത്ത് കുറേ യൂട്യൂബേഴ്സ് ഈ ജാസ്മിൻ ജാഫറിനെ ഇമിറ്റേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ഒത്തിരി ഇടുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ കമൻറ്റ്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഓ ഇത് ജാസ്മിൻ ജാഫറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലേ, നിങ്ങളും ചെയ്യുന്ന ഞങ്ങൾ ജാസ്മിൻ മാത്രമേ ഉള്ളൂ, അതിന് ആരും ഇമിറ്റേറ്റ് ചെയ്താലും ആവില്ലെന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുടെ വീഡിയോസ് കാണും. അപ്പോൾ അത്രയും പെട്ടെന്ന് റീച്ചായി ജാസ്മിൻ്റെ വീഡിയോസ്. അപ്പോൾ ഓർത്തു ജാസ്മിൻ ഇതൊക്കെ പെട്ടെന്ന് വരണ്ടേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വൈറലായ പോയിട്ട് ആ പരിസരത്തോട്ട് എത്തിയില്ലാക്കാം. കാരണം ഞാനൊക്കെ തുടക്കത്തിൽ ഷോർട്സിനേക്കാളൊക്കെ കൂടുതൽ 1-2 വീഡിയോസൊക്കെയാണ് ഇട്ടത്. എന്നാൽ എല്ലാവരും പറയുമായിരുന്നു ഷോർട്സ് അധികം ചെയ്യണ്ട, വീഡിയോസ് ഇട്ടാൽ മതി, വീഡിയോസിനാണ് ഇച്ചിരി കൂടി ഇതുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷേ വീഡിയോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ മാത്രം നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അല്ലാത്ത പക്ഷെ നമ്മളങ്ങനെ പിന്നെ നമുക്ക് മടിയാവും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ. തുടക്കത്തിലൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഡിസ്ക്രിപ്ഷനും പിന്നെ തമ്മിലൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് തന്നെ മതിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഷോർട്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ യൂട്യൂബേഴ്സും പറയും എന്തെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ വീഡിയോ വൈറലാണ്. അപ്പോൾ നമ്മൾ
എന്ന് അത് ആ ഒരു ദിവസം വരുന്നു അന്ന് വരെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക, നിർത്തരുത്. പക്ഷേ ഇടയ്ക്കൊക്കെ വെച്ച് ഞാൻ നിർത്തിയിട്ട. എനിക്ക് പിന്നീട് മടുപ്പായി, പിന്നെ കണ്ടന്റ് ദാരിദ്ര്യം, പിന്നെ പ്രസൻറ്റേഷൻ. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഉള്ള ഈ ഒരു ഇത് അന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടി നന്നായി പോയെന്ന് ഞാൻ ഓർക്കുന്നു. ഇന്നിപ്പോൾ അത്രയും ഇതില്ല കേട്ടോ വീഡിയോസ് ചെയ്യാൻ. പണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ വിമിഷ്ടങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്യാൻ. അപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഇതാകുമ്പോൾ നല്ല ചൊറിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ചെടിക്ക് വളമായിട്ട് ഇടാം. ഞാനൊരു വളശേഖരണം നടത്തുന്നുണ്ട്. ഒരു വാക്കത്തീത്ത് എൻ്റെ സ്ഥിരമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് വേസ്റ്റ് എടുത്താലും ഞാനിത് നമ്മുടെ ചെടിക്ക് കൊണ്ടിടും. നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ വൈറ്റമിൻസൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് ചെടികൾ കേട്ടോ. അയ്യോ കാക്ക വന്നിരിക്കുന്നുണ്ട്. കാക്കക്ക് അറിയാം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനം കുഴിച്ചിടാനാണ്. കാണിച്ചു തരാറ്. ഇത് വളശേഖരണം ഉണ്ടാവും. ഇതിനകത്തേക്ക് നമ്മൾ അത്യാവശ്യം ഇത് ചാണാനാണ്. ഈ ചാണകത്തിൻ്റെ അകത്തേക്ക് ഇതേപോലെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിടും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആയിപ്പോകും. നല്ല ചാണാണ്, ഉണങ്ങി നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇതങ്ങോട്ട് ഇടുക, സാധനം ഇടുക, പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും. മോളി ഇങ്ങനെ ഇരിക്കും. സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഇതായി പോകും. പെട്ടെന്ന് തന്നെ ബാക്ടീരിയ കഴിച്ച് ഇതായിപ്പോകും. അപ്പോൾ നല്ല വെയിലുണ്ടോ, സഹിക്കാൻ വയ്യ. ഈ വെയിലത്തൊക്കെ നമ്മൾ പോയിക്കഴിഞ്ഞാൽ കരിഞ്ഞ് കത്തി പണ്ടാറടങ്ങും. എല്ലാവരും ഇങ്ങനെ കുഴിച്ചിടണം കേട്ടോ. നമ്മുടെ ചെടിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് സഹായം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടികളിലോട്ടൊക്കെ എടുത്തിടും. കാര്യമായിട്ടുള്ള ചെടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്ന്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഉള്ളതിനെ നമ്മൾ നന്നായിട്ട് നോക്കാം. എൻ്റെ ഈ ഒരു വീഡിയോ വഴി എന്തെങ്കിലുമൊക്കെ ഉപകാരം വന്നില്ലേ? അറ്റ്ലീസ്റ്റ് ചെമ്മീൻ കിണ്ണാനും അതുപോലെ തന്നെ ഈ വേസ്റ്റ് വരുന്ന ചെമ്മീൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ യു, ടേക്ക് കെയർ, ബൈ.